आज की हिंदी कक्षा में सभी को स्वागत है। ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. मुंशी प्रेमचंद द्वारा लिखा ईदगाह. प्रस्तुत कहानी हम पढ़ रहे थे. पिछले कक्षा में हम पढ़ा था कि ईदगाह में नमाज़ पढ़ने के बाद हामिद और उनके दोस्तों ने तरह तरह की दुकानों पर जाते हैं. खिलौने की दुकान, मिठाई की दुकान आदि. इसी बीच मोहसिन रेवड़ी देने में धोखा देता है. हामिद को बहुत दुख होता है. बाकी सब इस पर हंसते हैं. ऐसे जाते जाते वे लोहे की चीज़ों की दुकान पर पहुंचते हैं. केवल हामिद वहाँ रुकते हैं. क्योंकि उनके पास जितना पैसे हैं उससे चिमटे खरीदना है दादी के लिए. इतना ही हम पिछले कक्षा में पढ़ा था. चलते हैं आगे की ओर. അങ്ങനെ നമ്മുടെ ഹാമിദും കൂട്ടരും लोहे की दुकान पर पहुंचते समय केवल हामिद वहाँ रुक जाता है क्योंकि उनके दादी माँ के लिए चिमटा खरीदना है. और हामिद और उनके दोस्त के बीच ये बात होता है कि चिमटा बहुत उपयोगी चीज़ है. तुम लोगों का खिलौना जो है वो टूट जाएंगे, कोई फ़ायदा नहीं होगा. इतना ही हम पिछले कक्षा में पढ़ा था. ये तो घर पहुंचते पहुंचते टूट फूट कर बराबर हो जाएंगे. या छोटे बच्चे जो मेले में नहीं आए हैं ज़िद करके ले लेंगे और तोड़ डालेंगे. നമ്മുടെ ഹാമിദ് തൻ്റെ കൂട്ടുകാരോട് പറയാണ്, നിങ്ങൾ വാങ്ങിയ കളിപ്പാട്ടങ്ങൾ അതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല. നിങ്ങളെ വീട്ടിലെ ഈ ഉത്സവത്തിന് അല്ലെങ്കിൽ ഈ മേളയ്ക്ക് വരാത്ത കുട്ടികൾ നിങ്ങൾ കൊണ്ടുപോകുന്ന ഈ കളിപ്പാട്ടങ്ങൾ പൊട്ടിച്ച് നശിപ്പിക്കും എന്ന് ഹാമിദ് അവരോട് പറയുകയാണ്. छोटे बच्चे जो मेले में नहीं आए हैं ജിദ് करके അത് അവർ വാശി പിടിച്ച് നിങ്ങളുടെ ഈ കളിപ്പാട്ടങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയാൽ നിങ്ങളെ കൊച്ചനിയന്മാരും കൊച്ചനിയത്തിമാരും ഒക്കെ ഇത് പൊട്ടിച്ച് കളയുമെന്ന് ഹാമിദ് സൂചന കൊടുക്കുകയാണ്. ചിമിട്ട കിത്തനെ കാം കി ചീസ് है. ചിമിട്ട നമുക്കറിയാം, ഇതാണ് ചിമിട്ട. വളരെ ഉപയോഗി ആയിട്ടുള്ള ഒരു സാധനമാണ് വീട്ടിൽ. रोटियां तवे से उतार लो, चूल्हे में सेंक लो. റോട്ടിയൊക്കെ എടുക്കാനും അടുപ്പത്തു നിന്ന് എടുക്കാനും അതുപോലെ അടുപ്പിൽ നിന്ന് ചുട്ടെടുക്കാനും ഒക്കെ ചുൽഹേമെ എന്ന് പറഞ്ഞാൽ അടുപ്പിൽ, സേങ്കന എന്ന് പറഞ്ഞാൽ ചുട്ടെടുക്കുക. റൊട്ടിയൊക്കെ ചുട്ടെടുക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ചിമിട്ട എന്ന് ഹാമിദ് പറയുകയാണ്. कोई आग मांगने आवे तो झटपट चूल्हे से आग निकालकर उसे दे दो. അതുപോലെ തന്നെ ആരെങ്കിലും തീ ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടുപ്പത്തു നിന്ന് തീ വരെ എടുത്തു കൊടുക്കാൻ സാധിക്കും ഇതുണ്ടെങ്കിൽ എന്ന് പറയുകയാണ്. अम्मा बेचारी को कहाँ फुर्सत है कि बाज़ार आए और इतने पैसे ही कहाँ मिलते हैं. അവൻ ചിന്തിക്കുകയാണ്, ആ കുഞ്ഞു മനസ്സ് ചിന്തിക്കുകയാണ്, പാവമായ എൻ്റെ അമ്മയ്ക്ക് എവിടെ സമയം മാർക്കറ്റിൽ വരാനും അതുപോലെ ഇത്രയും പൈസ
അവരുടെ അടുത്ത് എങ്ങനെ ഉണ്ടാകാനാണ് ഇത് വാങ്ങിക്കാൻ. റോസ് ഹാത്ത് ജലാ ലേത്തി ഹെ, ഡെയിലി എൻ്റെ ദാദിയമ്മയുടെ കൈ പൊള്ളാറുണ്ട്. ഹാമിദ് കെ സാത്തി ആകെ ബഡ് ഗയേ ഹെ, ഹാമിദിൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. സബീൽ पर सबके सब ഷർബത്ത് പീ രഹേ ഹെ, അങ്ങനെ അവർ കടന്നുപോയി. മുമ്പിലെ ഒരു വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ സർബത്ത് കുടിക്കുന്ന സ്ഥലത്തെത്തി. സബീൽ എന്ന് പറഞ്ഞാൽ ഈ സർബത്തൊക്കെ കുടിക്കുന്ന പ്ലേസാണ്. അവിടെ എത്തിയിട്ട് അവർ ഷർബത്ത് കുടിക്കുകയാണ്. ദേക്കോ സബ് കിത്തനെ ലാലച്ചി ഹെ, ഇത്തനി മിഠായിയാ ലീ മുझे किसी ने एक भी न दी. എത്ര കൊതിയുള്ളവരാണ്, അത്യാഗ്രഹികളാണ് എന്ന് ഹാമിദ് പറയുകയാണ്. എത്രയോ മിഠായികൾ അവർ വാങ്ങിച്ചു, പക്ഷെ എനിക്ക് ഒരുത്തൻ പോലും ഒരു മിഠായി പോലും തന്നില്ല. ഉസ് പർ कहते हैं हमारे साथ खेलो, मेरा ये काम करो. മിഠായി ചോദിക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് പോയാൽ തന്നെ അവർ പറയാണ്, ഞങ്ങളെ കൂടെ കളിച്ചോ, ഇത് ചെയ്തോ, ഈ ജോലി ചെയ്തോ എന്നൊക്കെയാണ് അവർ പറയുക. അല്ലാതെ എനിക്ക് അവരൊന്നും തരാറില്ല. अब अगर किसी ने कोई काम करने को कहा तो पूछूंगा. ഇനി അഥവാ ആരെങ്കിലും എന്നോട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കും. तो पूछूंगा खाए मिठाइयाँ आप मुँह सड़ेगा, फोड़े फुर्सियाँ निकालेगी, आप ही जमान चटोरी हो जाएगी. മിഠായി കഴിച്ചിട്ട് നിങ്ങളുടെ വായൊക്കെ കേടുവരുത്തും. അതാണ് മൂന്ന് സടക എന്ന് പറഞ്ഞാൽ. അതുപോലെ വ്രണവും മറ്റു ചൊറിയും ഒക്കെ വരും. ഫോഡെ ഫുർസിയാം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് മിഠായി കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരുപാട് കേടുകളാണെന്നാണ് നമ്മുടെ ഹാമിദ് പറയുന്നത്. ഹാപ്പി ജബാൻ ചട്ടോരി ഹോ ജായേഗി. ജബാൻ എന്ന് പറഞ്ഞാൽ നാവാണ്. ചട്ടോരി ഹോന എന്ന് പറഞ്ഞാൽ ഭക്ഷണ പ്രിയം എന്നാണ് അർത്ഥം. നിങ്ങളുടെ ഈ ഭക്ഷണപ്രിയം കൊണ്ട്, നിങ്ങളുടെ ഈ നാവിൻ്റെ ഈ ഭക്ഷണപ്രിയം കൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് കേടെന്നാണ് ഉദ്ദേശിച്ചത് മിഠായി കഴിച്ചിട്ട്. തബ് ഗർക്കെ പൈസ ചുരായെങ്കെ ഓർ മാർ ഖായെങ്കെ. അങ്ങനെ ഈ നുണ കാരണമാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്നതും അടി വാങ്ങിക്കുന്നതും. അവൻ്റെ ആ കുഞ്ഞു മനസ്സിൽ തോന്നുകയാണ്, ഇത്രയ്ക്കും കൊതിയന്മാരും അത്യാഗ്രഹികളും ആയ ആൾക്കാരാണ് വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിക്കുകയും അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് അടി വാങ്ങിക്കുകയും ചെയ്യുന്നത്. കിതാബ് മേ ഝൂട്ടി ബാത്തേ തോടെ ഹി ലിഖി ഹെ. പുസ്തകങ്ങളിലൊക്കെ പറയുന്ന കഥകളിലൊക്കെ അല്ലെങ്കിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. അതൊന്നും കളവല്ല. ഇപ്രകാരമുള്ള സന്ദേശങ്ങളാണ് അതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നതെന്നാണ് നമ്മുടെ കുഞ്ഞ് ഹാമിദ് പറയുന്നത്. മേരി ജബാൻ ക്യൂം ഖറാബ് ഹോഗി. എൻ്റെ നാവ് എന്തിനാണ് മോശമാക്കുന്നത്? അമ്മ ചിമിട്ട ദേഖ്തേ ഹി ദൗഡ്കർ മേരെ ഹാത്ത് സെ ലേങ്കി ഓർ കഹേഗി മേര ബച്ച അമ്മ കെ ലിയെ ചിമിട്ട ലായാ ഹെ. ഞാൻ ഈ ചിമിട്ടയുമായിട്ട് ഞാൻ വീട്ടിൽ പോവുകയാണെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇത് വാങ്ങിച്ചുകൊണ്ട് പറയും, എൻ്റെ കുട്ടി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചിമിട്ട കൊണ്ടുവന്നു. ഹസാരെ ദുആയെ ദേഗി. അതുപോലെ തന്നെ ഒരുപാട് ആശീർവാദങ്ങൾ തരും, അനുഗ്രഹിക്കും. ദുആയെ 1000 ആശീർവാദനം അല്ലെങ്കിൽ അനുഗ്രഹം തരും. അതൊക്കെയാണ് നമ്മുടെ ഹാമിദിൻ്റെ മനസ്സിലുള്ളത്, സ്വപ്നങ്ങൾ. ഫിർ പടോസ് കി ഔറത്തോ കോ ദിക്കായേഗി. അതുമാത്രമല്ല ചെയ്യുക, അയൽവാസികളെ കാണിക്കും, അവിടുത്തെ സ്ത്രീകളെ കാണിക്കും. സാരേ ഗാവ് മേ ചർച്ച ഹോനെ ലഗേഗി. ഗ്രാമം മൊത്തം ചർച്ച ചെയ്യാൻ തുടങ്ങും. ഹാമിദ് ചിമിട്ട ലായ ഹെ. എന്താണ് ചർച്ച ചെയ്യുക? ഹാമിദ് ചിമിട്ട കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്
ആ ഗ്രാമം മൊത്തം അത് ചർച്ച ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ഹാമിദ് ചിന്തിക്കുന്നത്. കിത്തന അച്ഛാ ലഡ്കാ ഹെ. എന്നിട്ട് അവർ ചർച്ച ചെയ്യും, എത്ര നല്ല പയ്യനാണ്. ഇൻ ലോഗോं के खिलौने पर कौन इन्हें दुआएं देगा. ഇവരെ കയ്യിലുള്ള ഈ കളിപ്പാട്ടങ്ങൾ കാരണം ആരാണ് അനുഗ്രഹിക്കുക അല്ലെങ്കിൽ ആരാണ് ആശീർവദിക്കുക, ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യാരാ. ബഡോं की दुआएं सीधे अल्लाह के दरबार में पहुंचती हैं. മുതിർന്ന ആൾക്കാരുടെ അനുഗ്രഹമൊക്കെ അള്ളാഹുവിൻ്റെ അടുത്താണ് എത്തിച്ചേരുന്നത്. ഓർ തുറന്ത് സുനി ജാത്തി ഹെ. അത് അള്ളാഹു പെട്ടെന്ന് കേൾക്കുകയും ചെയ്യും. മേരെ പാസ് പൈസ നെയ്യേ. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. തബി തോ മൊഹസിൻ ഓർ മഹ്മൂദ് യോ മിസാസ് ദിക്കാത്തെ ഹെ. അതുകൊണ്ടാണ് മൊഹസിനും മഹ്മൂദുമൊക്കെ ആ സ്വഭാവം, മിസാസ് എന്ന് പറഞ്ഞ സ്വഭാവമാണ് ആ ക്യാരക്ടർ കാണിക്കുന്നത്. മേ ബി ഇൻസെ മിസാസ് ദിക്കാവുക. ഞാനും ഇവരോട് ഇങ്ങനെ എന്നോട് കാണിച്ചതിന് പകരമായിട്ട് ഞാനും ആ സ്വഭാവം അവരെന്താണോ കാണിച്ചത് അതുപോലെ ഞാൻ കാണിക്കും. ഖേലെ കിലോനെ ഓർ ഖായെ മിഠായിയ. കളിച്ചോളൂ, കളിപ്പാട്ടം കൊണ്ട് കളിച്ചോളൂ, അതുപോലെ മിഠായി കഴിച്ചോളൂ. മേ നഹി കേൾത്ത കിലോനെ. ഞാൻ കളിപ്പാട്ടം കളിക്കില്ല. കിസി കാ മിസാസ് ക്യൂ സഹു. ഞാനെന്തിനാണ് മറ്റുള്ളവരുടെ സ്വഭാവം സഹിക്കുന്നത്. എനിക്ക് കളിപ്പാട്ടം വേണ്ട. മേ ഗരീബ് സഹി. കിസി സെ കുച്ച് മാങ്കനെ തോ നഹി ജാത്ത. ശരിയാണ്, ഞാൻ പാവപ്പെട്ടവനാണ്. ഞാൻ ആരോടും ഒന്നും പോകാറില്ല. ആരടുത്തും പോയിട്ട് ഒന്നിനെയും ആവശ്യപ്പെടാറില്ല. ആഖിർ അബ്ബാജാൻ കബി ന കബി ആയെങ്കെ. അവസാനം അബ്ബാജാൻ വരും, എൻ്റെ അച്ഛൻ വരും. അമ്മാബി ആയെങ്കി, അതുപോലെ എൻ്റെ അമ്മയും വരും. അവനെ ചെറുപ്പത്തിൽ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത് അതാണ്. അമ്മയും അച്ഛനും പൈസയ്ക്കും അതുപോലെ അള്ളാഹുവിൻ്റെ ഒക്കെ എടുത്ത് പോയതാണ്. ഒരുപാട് സാധനമൊക്കെ ആയിട്ടാണ് വരിക എന്നൊക്കെ പറഞ്ഞിട്ട്. फिर इन लोगों से पूछूंगा कितने खिलौने लोगे. एक एक टोकरियाँ खिलौने दूँ और दिखा दूँ कि दोस्तों के साथ इस तरह सलूक किया जाता है. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയും അച്ഛനും വന്നതിന് ശേഷം ഞാൻ ചോദിക്കും, എത്ര കളിപ്പാട്ടങ്ങൾ നിങ്ങൾക്ക് വേണം. അതായത് സുഹൃത്തുക്കളോട് പകരം ചോദിക്കും. ആ കുഞ്ഞു മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഏക്കേക്കോ ടോക്രിയ കിലോനെ. അതായത് ഓരോരുത്തർക്കും ഞാൻ കൊട്ട നിറച്ചും കളിപ്പാട്ടം കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കും. എന്നിട്ട് ഇതുപോലെ ഞാൻ പെരുമാറും. എങ്ങനെ പെരുമാറും? ഞാൻ ഒരുപാട് കളിപ്പാട്ടങ്ങൾ അവർക്ക് കൊടുക്കും. അല്ലാതെ ഇവർ ചെയ്ത പോലെ ഞാൻ ചെയ്യില്ല എന്ന രീതിയിലാണ് ഹാമിദ് പറയുന്നത്, അവൻ ചിന്തിക്കുന്നത്. एक एक टोकरियाँ खिलौने दूँ और दिखा दूँ कि दोस्तों के साथ इस तरह सलूक किया जाता है. ഒരു കൊട്ട നിറച്ച് ഞാൻ കളിപ്പാട്ടം കൊടുക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവൻ അങ്ങനെയാണ് പകരം വീട്ടാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവർ ചെയ്തതുപോലെ കൊതിപ്പിച്ച് സ്വയം കഴിക്കുകയോ കളിപ്പാട്ടം വാങ്ങി കൊതിപ്പിക്കുകയോ ചെയ്യില്ല. ये नहीं कि एक पैसे की रेवड़ियाँ लोग तो चिड़ा चिड़ा कर खाने लगे. सबके सब खूब हंसेंगे कि हामिद ने चिमटा लिया है. हंसे. मेरी बला से उसने दुकानदार से पूछा, ये चिमटा कितने का है. അതുപോലെ തന്നെ അവൻ പറയുകയാണ്, യഹി നഹി കി ഏക് പൈസയ്ക്ക് റേവടിയാ ലി തോ ചിടാ ചിടാ കർ ഖാനെ ലഗെ. സബ്കെ സബ് കൂബ് ഹാസെങ്കെ കി ഹമീദിനെ ചിമട്ട ലിയ. എല്ലാവരും ചിമിട്ട വാങ്ങിക്കഴിഞ്ഞാൽ ചിരിക്കും. ആ പൈസ, അവൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് അവൻ എള്ളുണ്ട റേവടി വാങ്ങി കഴിക്കുകയല്ല ചെയ്യുക. ബാക്കിയുള്ളവർ അതൊക്കെ കഴിച്ച് ആസ്വദിച്ച് നടക്കുകയാണ്. മേരി ബലാസ് ഉസ്നെ ദുക്കാൻദാർ സെ പൂച്ച യെ ചിമിട്ട കിത്തനെ കാ ഹൈ. എന്തോ ഭാഗ്യം കൊണ്ട് കൂട്ടുകാരിൽ ഒരാൾ ചോദിച്ചു, ആ കടക്കാരനോട് ചോദിച്ചു, യെ ചിമിട്ട കിത്തനെ കാ ഹൈ. ഈ ചിമിട്ട എത്രയാണ് പൈസ. दुकानदार ने उसकी ओर देखा और कोई आदमी साथ ना देकर कहा, ये तुम्हारे काम का नहीं है जी. ദുക്കാൻദാർ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് നിനക്ക് പറ്റിയതല്ല, ഇത് നിനക്ക് യൂസ്ഫുൾ ആകുന്ന ഒന്നല്ല. ബിക്കാവും ക്യൂ നഹി ഹെ और यहाँ क्यों लाद लाए हैं. ഇത് പിന്നെന്തിനാ
ഇവിടെ വെച്ചത്? ഇതെന്തിനാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് കടയിൽ? ഇത് വിൽക്കാനുള്ളതല്ലേ? വിൽക്കാവും ക്യോ നഹി? എന്താ വിൽക്കാത്തത്? തോ ബത്താതെ ക്യോ നഹി കെ പൈസേ കാ ഹെ? ഇതിന് എത്ര രൂപയാണ്? എത്ര പൈസയാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, ആ ദുക്കാൻദാർ കടക്കാരൻ പറഞ്ഞു, ഛായ് പൈസ ലഗേങ്കെ, 6 രൂപ ആകും. ഹാമിദ് കാ ദിൽ ബൈഠ് ഗയ. അവൻ്റെ കയ്യിൽ ആകെ 3 രൂപയേ ഉള്ളൂ. അതിൻ്റെ വില കേട്ടിട്ട് അവൻ ആകെ നിരാശനായി. ദിൽ ബൈഠ് ഗയ എന്ന് പറഞ്ഞാൽ നിരാശനാവുക എന്നതാണ്. പ്രേംചന്ദിൻ്റെ കഥകളിൽ നമുക്ക് ഒരുപാട് പഴഞ്ചൊല്ലുകളും അതുപോലെ ഒരുപാട് ഉറുദു വാക്കുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദിൽ ബൈഠ് ഗയ എന്നൊക്കെ പറഞ്ഞാൽ ശൈലിയാണ്, അല്ലെങ്കിൽ പഴഞ്ചൊല്ലാണ്. നിരാശനാവുക. അങ്ങനെ ठीक ठीक 5 पैसे लगेंगे, लेना है तो लो, नहीं चलते बनो. ശരിക്കും പറഞ്ഞാൽ 5 രൂപയോളം ആകും. ശരിക്കും 6 രൂപയാണ്, പക്ഷേ 5 രൂപ കിട്ടിയാൽ തരാം. എടുക്കുകയാണെങ്കിൽ എടുത്തോളൂ, അല്ലെങ്കിൽ പോയിക്കോളൂ. ഹാമിദിനെ കലേജ മസ്ബൂത്ത് കർക്കെ ഖാ, 3 പൈസ ലോगे. ഹൃദയം കുറച്ചും കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട്, മനസ്സ് കുറച്ചുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, 3 പൈസയ്ക്ക് തരുമോ? 3 പൈസയ്ക്ക് എടുക്കുമോ? ये कहता हुआ वो आगे बढ़ गया कि दुकानदार की गुड़कियाँ ना सुने. അവനറിയാം അത് പറഞ്ഞാൽ കടക്കാരൻ ചിലപ്പോൾ ചീത്ത പറഞ്ഞേക്കാം, ഭീഷണിയോടുള്ള ശകാരം ഉണ്ടായേക്കാം. അതാണ് ഗുടുക്കിയാം. അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് മുന്നോട്ട് പോയി. കിട്ടില്ല എന്നുള്ള ഉറപ്പിച്ചുകൊണ്ടാണ് അവൻ മുന്നോട്ട് നീങ്ങിയത്. ലേക്കിൻ ദുക്കാൻദാറിനെ ഗുടുക്കിയാം നഹി ദി. പക്ഷേ അവൻ പ്രതീക്ഷ പോലെ നമ്മുടെ കടക്കാരൻ അവനെ ശകാരിച്ചില്ല. ബുലാക്കർ ചിമിട്ട ദേ ദിയ. എന്നിട്ട് അവനെ വിളിച്ചുകൊണ്ട് ആ ചിമിട്ട അവന് കൊടുത്തു. ഹാമിദിനെ ഇസ്തറ കന്തേ പർ റക്ക. അത് വാങ്ങിയിട്ട് ഹാമിദ് അവൻ്റെ തോളിൽ വെച്ചു. എപ്രകാരമാണ് വെച്ചത്? മാനോ ബന്ദുഖ് ഹേ. തോക്ക് എപ്രകാരമാണോ തോളിൽ വെക്കുന്നത് അതുപോലെ തന്നെ അവൻ ആ ചിമിട്ട വെച്ചു. അതായത് വലിയ എന്തോ വാങ്ങിയതുപോലെ, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അവൻ അങ്ങനെ വെച്ചത്. ഒരു ഷാൻ സെ അക്കടുത്ത ഹുവ സംഖ്യയോ കെ പാസായ. അങ്ങനെ വലിയ പ്രതാപമൊക്കെ കാണിച്ച് ഞെളിഞ്ഞ്. അക്കടുത്ത എന്ന് പറഞ്ഞാൽ ഞെളിയുക. നമ്മളൊരു സാധനമൊക്കെ വാങ്ങിയാൽ മറ്റുള്ളവരെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കില്ല, അതേപോലെ പ്രതാപമൊക്കെ കാണിച്ച്. ഷാൻ എന്ന് പറഞ്ഞാൽ പ്രതാപമാണ്. അവൻ്റെ കൂട്ടുകാരെ എടുത്തു പോയി സംഖ്യയോ കെ പാസായ, അവരുടെ എടുത്തു പോയിട്ട് സറാ സുനേ സബ്ക്കെ സബ് ക്യാ ക്യാ ആലോചനായ കർത്തെ. അവൻ എന്തിനാണ് ആ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയത്? അതും വാങ്ങിയിട്ട് അവരെ വിമർശനങ്ങളൊക്കെ ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആലോചന എന്ന് പറഞ്ഞാൽ വിമർശനങ്ങൾ. ഇതിനെപ്പറ്റി അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ചിമിട്ട എന്തിനാണ് വാങ്ങുന്നതെന്നോ അവനെ കളിയാക്കുകയൊക്കെയാണല്ലോ അവർ ചെയ്യുന്നത്. അതുകൊണ്ടൊരു ഉപയോഗമില്ലെന്നാണ് അവരുടെ ധാരണ. മോസിനെ ഹസ്കർ കഹ. മോസിൻ അത് കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യ ചിമുട്ട ക്യൂ ലായ പഗലേ, ഇസെ ക്യാ കരേഗ. നീ എന്തിനാണ്, ഹാമിദിനോട് പറയുകയാണ് നമ്മുടെ മോസിൻ, നീ എന്തിനാണ് ഈ ചിമുട്ട വാങ്ങിയത്? പൊട്ടാ, പഗലേ, ഭ്രാന്ത, ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? ഹാമിദിനെ ചിമുട്ടയ്ക്ക് ജമീർ പർ പടക്കർ കഹ, ജറാ അപ്നാ ബിസ്തി ജമീർ പർ ഗിരാ ദോ, സാരി ഫസലിയാം ചോർ ചോർ ഹോ ജായേ ബച്ചൂക്കി. അങ്ങനെ മൗസിൻ്റെ ആ ഒരു ചോദ്യത്തിന് അവൻ മറുപടിയായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തു. പടക്കർ, നിലത്തെറിഞ്ഞു. നമ്മുടെ ചിമിട്ട നിലത്ത് ഭൂമിയിലേക്ക് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ മോസിൻ വാങ്ങി വെച്ചത് വെള്ളം ചുമക്കുന്ന ആളുടെ ആ കളിപ്പാട്ടമാണല്ലോ, ബിസ്തി, അതൊന്ന് ഇതേപോലെ ഒന്ന് നിലത്ത് എറിയാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞു. ഹാമിദ് അവനോട്, മോസിനോട്, സാരി പസലിയാൻ ചൂർ ചൂർ ഹോ ജായേ ബച്ചൂക്കി. ഇതേപോലെ എറിഞ്ഞാൽ നിൻ്റെ എല്ലൊടിയും, നിൻ്റെ കളിപ്പാട്ടത്തിൻ്റെ എല്ലൊടിയും എന്നാണ് പറയുന്നത്. മഹ്മൂദ് ബോല, തോ യേ ചിമിട്ട കോയ് കിലോന ഹെ. അത് കേട്ട് മഹ്മൂദ് പറഞ്ഞു, എന്താ ഈ ചിമിട്ട കളിപ്പാട്ടമാണോ? ഹാമിദ്, കിലോന ക്യൂ നഹി, എന്തുകൊണ്ടായിക്കൂടാ, ഇതും കളിപ്പാട്ടമാണ്. അബി ഖന്തേ പർ റക്ക ബന്ദൂഖ് ഹോ ഗയി. ഇപ്പോൾ ഞാൻ തോളിൽ വെച്ചു, അതെന്തായി, തോക്കായിട്ട് മാറി.
ഹാത്ത് മേ ലിയ ഫക്കീറോं का चिमटा हो गया. ഞാൻ കയ്യിൽ വെക്കുകയാണെങ്കിൽ അതെന്താ ഫക്കീറോं का चिमटा हो गया. മഹാത്മാക്കളൊക്കെയാണ് കയ്യിൽ ചിമിട്ട കൊണ്ട് നടക്കുന്നത്. അതുപോലെ ഫക്കീറാവും. ഞാൻ കയ്യിൽ വെച്ചാൽ ഫക്കീറാവും, തോളിൽ വെച്ചാൽ അത് ബന്ദൂക്കാവും. ചാഹും തോ ഇസ്സെ മൻസിറോ ക കാം ലേ സക്താ ഹും. അതുപോലെ തന്നെ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചിമിട്ട ഉപയോഗിച്ച് നമുക്ക് എന്താക്കാം, ഇലത്താളമായിട്ട് ഉപയോഗിക്കാം അല്ലേ. മ്യൂസിക് ഇൻസ്ട്രുമെൻ്റാണ് ഇലത്താളം, അതുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് ഇലത്താളം, മ്യൂസിക് ഇൻസ്ട്രുമെൻ്റാണ് മൻസീറെ. നമുക്ക് അങ്ങനെയും ഉപയോഗിക്കാം. एक चिमटा जमा दो तो तुम लोगों के सारे खिलौने की जान निकल जाए. ഇത് ഒരു ചിമിട്ട കൊണ്ട് മതി നിങ്ങളുടെ എല്ലാ കളിപ്പാട്ടങ്ങളുടെയും ജീവൻ നഷ്ടപ്പെടുത്താൻ ഒരു ചിമിട്ട വിചാരിച്ചാൽ നടക്കും. तुम्हारे खिलौने कितना ही जोर लगावे वे मेरे चिमटा का भाल भी भांगा नहीं कर सकते. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാൽ ബി ബാങ്ക നഹി സക്ത എന്ന് പറഞ്ഞാൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിക്കില്ല. ഇതൊക്കെ നമ്മുടെ പ്രേംചന്ദിൻ്റെ കഥകളിലെ പ്രത്യേകതകളാണ്. അദ്ദേഹത്തിൻ്റെ രചനകളിലൊക്കെ ഈ മുഹാവരെ ക പ്രയോഗ് കിയാ ഗയാ ഹെ. അതായത് എൻ്റെ ഈ ചിമിട്ട വിചാരിച്ചാൽ മതി, ഒരു പോറൽ പോലും എൻ്റെ ചിമിട്ടയ്ക്ക് സംഭവിക്കില്ല, പക്ഷെ നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾക്ക് സംഭവിക്കും. ഇതുകൊണ്ടൊന്ന് അടിച്ചാൽ മേരാ ബഹാദൂർ ഷേർ ഹേ ചിമിട്ട. എന്നിട്ട് ചിമിട്ടയെ പൊക്കി കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഉയർത്തിപ്പറയുകയാണ്. എന്താണ് പറയുന്നത്? എൻ്റെ ധീരനായ സിംഹമാണ് ഷേർ ഹേ ചിമിട്ട. മേരാ ബഹാദൂർ എന്ന ധീരനായ. സമീക്കെ ഖാഞ്ചരി ലീത്തി. സമീനെ ഖാഞ്ചരി ലീത്തി പ്രഭാവിത് ഹോക്കർ ബോല മേരി ഖാഞ്ചരി സെ ബദലോഗേ ദോ ആനെ കി ഹേ. സമ്മി പറഞ്ഞു. ഇത് കേട്ടിട്ട് സമ്മി ആകെ സ്വാധീനിച്ചു അവനെ. ഈ ചിമിട്ട അവന് കിട്ടിയാൽ കൊള്ളാമെന്ന് അവന് തോന്നി. എന്നിട്ട് കാഞ്ചരിയാണല്ലോ എടുത്തത്, ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റാണ് നമ്മുടെ സമ്മി എടുത്തിരിക്കുന്നത്. എന്നിട്ട് അവനോട് ചോദിച്ചു, ഹാമിദിനോട് ചോദിച്ചു, നീ എൻ്റെ ഈ വാദ്യോപകരണം ഈ കാഞ്ചരി നീ എടുക്കുന്നോ, മാറ്റുന്നോ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലോ? ഇത് 2 പൈസേൻ്റെയാണ്, വാങ്ങുന്നോ? ഹാമിദിനെ ഖാഞ്ചരിക്ക് ഓർ ഉപേക്ഷ സെ ദേക്ക മേരാ ചിമിട്ട ചാഹെ തോ തുമാരി ഖാഞ്ചരി ക പേട്ട് ഫാട് ഡാലേ. എന്നിട്ട് ഹമീദ് പറഞ്ഞു, അതിനെ ഉപേക്ഷിച്ച മട്ടിൽ അത് സൂചിപ്പിക്കുന്ന രീതിയിൽ അവൻ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിൻ്റെ ഈ കാഞ്ചരി എൻ്റെ ഈ ചിമിട്ട വിചാരിച്ചാൽ അതിൻ്റെ പുറം പൊളിക്കാൻ സാധിക്കും. പേട്ട് ഫാഡിലെ, അതിൻ്റെ വയറ് പൊളിക്കാൻ സാധിക്കും. അതായത് എൻ്റെ ചിമിട്ട ഉപയോഗിച്ച് നിൻ്റെ ഈ ഉപകരണം തല്ലി നശിപ്പിക്കാൻ സാധിക്കും. ബസ് ഏക് ചമടേക്ക് ജില്ലി ലഗാ ദി ഡബ് ഡബ് ബോൾനെ ലഗി. എന്നിട്ട് ആ ചമടയെ ഉപയോഗിച്ചിട്ട് അവൻ അതുകൊണ്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കി അവൻ മുന്നോട്ട് പോവുകയാണ്. വലിയ സംഭവം പോലെ. ज़रा सा पानी लगा जाए तो ख़त्म हो जाए मेरा बहादुर चिमटा आग में पानी में तूफ़ान में ബറാബർ ഡട്ട കടാ രഹേഗ. നിങ്ങളുടെയൊക്കെ ഈ സാധനങ്ങളിൽ അല്ലെങ്കിൽ ഈ വാദ്യോപകരണങ്ങളിലൊക്കെ വെള്ളം തട്ടുകയാണെങ്കിലോ അതുപോലെ തന്നെ തീ പിടിക്കുകയാണെങ്കിൽ ഒക്കെ ഇത് നശിച്ചു പോകും. പക്ഷേ എൻ്റെ ഈ ധീരനായ ഈ ചിമിട്ട തീയിലും കൊടുങ്കാറ്റിലുമൊക്കെ ഇങ്ങനെ ഒന്നുമാകാതെ നിന്നോളും. ചിമിട്ടനെ സഭി കോ മോഹിത് കർ ലിയ ലേക്കിൻ അബ് പൈസെ കിസ്കെ പാസ് ധരേ ഹേ. നേരത്തെ നമ്മൾ ഡട്ട കടാ രഹേഗ എന്ന് പറഞ്ഞാൽ അതും ഒരു പഴഞ്ചൊല്ലാണ്. അതായത് ഒന്നും സംഭവിക്കില്ല, കൊടുങ്കാറ്റിലും തീയിലും വെള്ളത്തിലും ഒന്നും ഈ ചിമിട്ടയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ള അർത്ഥമാണ്. ചിമിട്ടനെ സഭി കോ മോഹിത് കർ ലിയ ലേക്കിൻ അബ് പൈസെ കിസ്കെ പാസ് ധരേ ഹേ. എല്ലാവർക്കും അത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ അത് ലഭിക്കാൻ മോഹം തോന്നി. പക്ഷേ ആരുടെ അടുത്തും ഇപ്പോൾ പൈസ ഇല്ല. അതൊക്കെ അവർ ചിലവാക്കി കഴിഞ്ഞു. കളിച്ചിട്ടും കളിപ്പാട്ടം വാങ്ങിയും മിഠായി വാങ്ങി കഴിച്ചും ഒക്കെ അത് കഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ല. കിസ്കെ പാസ് ധരേ ഹേ, ഒന്നും ശേഷിക്കുന്നില്ല. ഫിർ മേലെ സെ ധൂർ നിക്കൽ ആയേ ഹേ നൗ കബ്കെ ബജ് ഗയേ ധൂപ് തേസ് ഹോ രഹി ഹേ. അങ്ങനെ ആ മേളയിൽ നിന്ന്, ആ ഉത്സവ പറമ്പിൽ നിന്ന് അവർ ഒരുപാട് ദൂരത്ത് എത്തി. 9 മണിയോളമായി വെയിൽ കൂടാൻ തുടങ്ങി.
सूरज तेज़ हो रही है, घर पहुंचने की जल्दी हो रही है. അങ്ങനെ എല്ലാവർക്കും വീട്ടിലെത്താൻ തിടുക്കമായി. കാരണം നേരം വളരെ വൈകി കഴിഞ്ഞിരിക്കുന്നു. बाप से जिद भी करे तो चिमटा नहीं मिल सकता है. हामिद है बड़ा चालाक, इसलिए बदमाश ने अपने പൈസ बचा रखे थे. എന്നിട്ട് അവരെ കൂട്ടുകാർ പരസ്പരം പറയുകയാണ്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുകയാണ്, അവരുടെ അച്ഛനോട് വാശി പിടിച്ചാൽ പോലും ചിമിട്ട വാങ്ങാൻ സാധിക്കില്ല. हामिद है बड़ा चालाक, हामिद വളരെ സമർത്ഥനാണ്. इसलिए ബദ്മാഷിനെ अपने പൈസ ബച്ചാ റക്കിയത്തെ, അതുകൊണ്ട് അവൻ പൈസ സൂക്ഷിച്ചു വെച്ചതൊന്നും വാങ്ങിക്കാതെ അവ മഹാസമർത്ഥനാണ് എന്ന് കൂട്ടുകാർ ചിന്തിക്കുകയാണ്. अब बालुओं के दो दल हो गए हैं. मोहसिन महमूद समी और नूर एक तरफ है, हामिद अकेला दूसरी तरफ. അങ്ങനെ ആ കൂട്ടുകാർ രണ്ട് ദളങ്ങളായിട്ട്, രണ്ട് ഗ്രൂപ്പായി മാറിയിരിക്കുന്നു. മോഹ്സിനും മഹ്മൂദും സമ്മിയും ഓർ നൂർ എക് തറഫ്. ഒരു സൈഡിൽ മോഹ്സിനും മഹ്മൂദും സമ്മിയും നൂറും നിൽക്കുന്നു. ഹാമിദ് അക്കേല ദൂസരി തറഫ്, ഹാമിദ് ആണെങ്കിൽ മറ്റൊരു സ്ഥലത്തും. കാരണം ഇവനോട് അത്രയ്ക്കും ദേഷ്യവും അസൂയൊക്കെയാണ് കൂട്ടുകാർക്കുള്ളത്. ശാസ്ത്രാർത്ഥ് ഹോ രഹാ ഹെ, ശാസ്ത്രാർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ വാദപ്രതിവാദം നടക്കുകയാണ്. സമ്മി തോ വിധർമ്മി ഹോ ഗയ, സമ്മി വിധർമ്മി ഹോ ഗയ. വിധർമ്മി എന്ന് പറഞ്ഞാൽ ധാർമ്മിക നിയമമൊക്കെ വിപരീത ചലനേവാല എന്നാണ് അർത്ഥം. അതായത് മതപരമായിട്ടുള്ള നിയമങ്ങൾക്ക് വിപരീതം നിൽക്കുന്നത് ആരാണോ അവരെയാണ് വിധർമ്മി എന്ന് പറയുന്നത്. സമ്മി വിധർമ്മിയാണെന്നാണ് പറയുന്നത്. दूसरे पक्ष से जा मिला, लेकिन मोहसिन महमूद और नूरे भी हामिद से एक दो साल बड़े होने पर भी हामिद के आकादों से आतंकित हो उठे हैं. കാരണം സമ്മിയാണല്ലോ നമ്മുടെ ഹാമിദിൻ്റെ അടുത്ത് വന്നിട്ട് ഖാഞ്ചിരി മാറ്റിയാലോ എന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ് അവനെ വിധർമ്മി എന്ന് പറയുന്നത്. ബാക്കി ആരും അവൻ്റെ അടുത്ത് പോയില്ല, ഹമീദിൻ്റെ അടുത്ത് പോയിട്ട് മാറ്റണമെന്നോ ഒന്നും റിക്വസ്റ്റ് ചെയ്തില്ല. ദൂസരെ പക്ഷ സെ ജോ ജാ മില, ലേക്കിൻ മോഹ്സിൻ महमूद और नूरे भी हामिद एक दो साल बड़े होने पर भी हामिद के आकादों से आतंकित हो उठे हैं. നമ്മുടെ ഹാമിദിനേക്കാളും മഹ്മൂദും നൂറയും മോഹ്സിനൊക്കെ എത്രയോ 2 വർഷത്തോളം മൂത്തതാണ്, അല്ലെങ്കിൽ 2 വയസ്സോളം വലുതാണ്. എന്നിട്ടും ഹാമിദിൻ്റെ ആ ആഘാതത്തിൽ അവർ ഭയഭീതരായി. ആതങ്കിത് ഹോ ഉട്ടന എന്ന് പറഞ്ഞാൽ ഭയഭീതരാവുക. ഹാമിദ് അവരെ തോൽപ്പിച്ച് കളഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചത്. അവൻ കൊച്ചാണ്, അവരെക്കാളും ഇളയതാണ്. ഉസ്കെ പാസ് ന്യായ ക ബൽ ഹെ ഓർ നീതി കി ശക്തി. എന്തുകൊണ്ടാണ് അവൻ ജയിച്ചത്? അവൻ്റെ കയ്യിൽ ന്യായത്തിൻ്റെ ബലം, അതുപോലെ നീതിക്ക് ശക്തി ഹെ. ആരെ കയ്യിലാണോ നീതിയും അതുപോലെ ന്യായവും ഉള്ളത് അവരെ വിജയിക്കുള്ളൂ. ഏക് ഓർ മിട്ടി ഹെ ദൂസരി ഓർ ലോഹ. ഒരാളുടെ കയ്യിൽ എന്താണുള്ളത്? മിട്ടി, മണ്ണ്. മറ്റുള്ള ആളുടെ കയ്യിലോ ഇരുമ്പാണുള്ളത്. അതായത് ഹാമിദിൻ്റെ കയ്യിൽ ഇരുമ്പും മറ്റുള്ളവരുടെ കയ്യിൽ മിട്ടിയുമാണുള്ളത്. മിട്ടി കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ. നമുക്കറിയാലോ ആരാണ് ബലവാനെന്ന്. ജോ ഇസ് വക്ത് അപ്നെ കോ ഫൗലാദ് കർ രഹാ ഹെ വ അജയ് ഹെ ഘാതക് ഹെ. ഒരിക്കലും തോൽക്കാൻ സാധിക്കാത്ത, ഫൗലാദ് എന്ന് പറഞ്ഞാൽ ഉരുക്കാണ്, അസ്ലി ലോഹ. നമ്മുടെ ഹാമിദിനെ ഫൗലാദായിട്ടാണ് ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത്. അത്രയ്ക്കും ശക്തിമാനായിട്ടാണ് അവനെ കാണുന്നത്, ശക്തനായിട്ടാണ് അവനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഫൗലാദ് എന്ന് വിളിക്കുന്നത്. അവനെ തന്നെ അവൻ ഫൗലാദ് എന്നാണ് പറയുന്നത്. അവൻ തോൽക്കാത്തവനാണ്, ഘാതകനാണ് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അവൻ്റെ കയ്യിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നുണ്ട് ഇപ്പോൾ. മുന്നേ എല്ലാവരും വിചാരിച്ചത് അവൻ്റെ കയ്യിൽ പൈസ ഇല്ല, അവനൊന്നും വാങ്ങാൻ പറ്റുന്നില്ല, അവൻ പൊട്ടനാണ്, മണ്ടനാണെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ വിജയിച്ചു കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഹാമിദ്. ആജ് കി കഷ ഇത്നാ ഹി. ഈ മഞ്ചിരാം എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം, വാദ്യോപകരണമാണ് മഞ്ചിര, ഇലത്താളം.
ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധന്യവാദ്.